ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ നിലനിൽക്കുവാൻ കഴിയാതെ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ച ഒരു ജനം. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. കർത്താവിന്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എക്സൽ മീഡിയ ഇന്നത്തെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുവാനായി എഴുതിയിരിക്കുന്ന വേദഭാഗം ആമോസ് പ്രവചനം 8-ാമത്തെ അധ്യായമാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ നിലനിൽക്കുവാൻ കഴിയാതെ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ച ഒരു ജനതയെ തന്നിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനായി ദൈവം പ്രവാചകനിലൂടെ സംസാരിക്കുന്നു. ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ അവർ ചെയ്ത 2 പാപങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഒന്ന്, അവരുടെ ആരാധന വ്യാജമായി. ആരാധനയ്ക്ക് ശബത്തിന് അവർ നിൽക്കുമ്പോൾ അവരുടെ ഉള്ളിലെ ചിന്ത എങ്ങനെ ഇത് കഴിഞ്ഞ് ധനമുണ്ടാക്കുവാനായി പീടികയിലേക്ക്, ജോലി സ്ഥലത്തേക്ക്, ബിസിനസ്സിലേക്ക് പോകുവാൻ കഴിയും. ആകയാൽ പ്രിയ ദൈവമക്കളെ, ഇന്ന് എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ളത്, വാസ്തവത്തിൽ നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നത് ആത്മാവിലും സത്യത്തിലുമാണോ? അതോ ഒരു വ്യാജാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടോ? യേശുവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, യേശുവെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഹൃദയത്തിൻ്റെ അകത്ത് ശരിക്കും അത് അറിഞ്ഞ് അനുഭവിച്ച് ദൈവത്തോട് നമ്മൾ പറയുകയാണോ നാം അത് ചെയ്യുന്നത്? നമ്മളുടെ ആരാധനകളിലെ വ്യാജഭാവങ്ങളെല്ലാം മാറട്ടെ, യാഥാർത്ഥ്യത്തിലേക്ക്, ആരാധനയുടെ സത്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 2 ഇസ്രായേൽ മക്കളുടെ ലൈഫിൽ വന്നുപോയ ഒരു പ്രശ്നമെന്ന് പറയുന്നത് പാവപ്പെട്ടവനെ കരുതാതിരിക്കുക. ദൈവത്തിൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ 2 വ്യത്യസ്ത രീതികളിൽ കണ്ടുകൊണ്ട്, പണക്കാരെന്നും പാവപ്പെട്ടവരെന്നും കണ്ടുകൊണ്ട് അവരെ വെറുത്ത് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം. അതെന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ ശബ്ദം വരുമ്പോൾ അതിനോട് മറുതലിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ആരെയും വേർതിരിച്ചു കാണാതെ എല്ലാവരെയും ഒരുപോലെ കാണുവാൻ, പണക്കാരോട് കൂടുതൽ സ്നേഹമോ പാവപ്പെട്ടവരോട് കുറവ് സ്നേഹമോ, പാവപ്പെട്ടവരോട് കൂടുതൽ സ്നേഹമോ പണക്കാരോട് കുറവ് സ്നേഹമോ കാണിക്കാതെ, റോമാലേഖനം 5-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്രകാരമുള്ള പാപങ്ങൾ ചെയ്ത് ഇസ്രായേൽ ജനം വരുമ്പോൾ ദൈവം അവരോട് പറയുന്നു, നിങ്ങൾ ഇനി ഒരു വലിയൊരു ക്ഷാമം അനുഭവിക്കാൻ പോവുകയാണ്. എന്താണ് ആ ക്ഷാമം? ഭക്ഷണത്തിനുള്ള ക്ഷാമമല്ല, വെള്ളത്തിൻ്റെ ക്ഷാമമല്ല, മറ്റു പ്രകൃതി വിഭവങ്ങളുടെ ക്ഷാമമല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു കൂട്ടാളികളൊന്നുമില്ലാതിരിക്കുന്ന ഒരു ക്ഷാമമല്ല, മറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ദൗർലഭ്യമാണ്. ദൈവത്തിൻ്റെ വചനം കുറയുന്നു, സത്യവചനം കുറയുന്നു. ഇന്ന് നാം നമ്മുടെ ചുറ്റുവട്ടവും നാം കേൾക്കുന്ന സന്ദേശങ്ങളൊന്ന് ശ്രവിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കുന്നവരാണ് നമ്മൾ, എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദം അതിൽ എത്രത്തോളം ഉണ്ട് എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. സാക്ഷാൽ ദൈവവചനമായി നമുക്ക് കൈക്കൊള്ളുവാൻ കഴിയുന്ന എത്ര ദൈവിക സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുന്നു. നമ്മളുടെ കാതുകൾക്ക് ഇമ്പമായ സന്ദേശങ്ങൾ കേൾക്കുവാൻ നമ്മൾക്ക് ഒരുപാട് ആഗ്രഹമാണ്. നമ്മളുടെ ഇഷ്ടമനുസരിച്ച് പ്രസംഗിക്കുന്നവരെ, നമ്മുടെ ഇഷ്ടങ്ങളോട് പ്രസംഗിക്കുന്നവരെ, പ്രവചിക്കുന്നവരെ ഒക്കെ കാണുവാനും കേൾക്കുവാനും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നാൽ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ക്രൂശിൻ്റെ സത്യവചനം ഇന്ന് നമ്മൾ കേൾക്കുവാൻ കഴിയാതെ വരുന്ന ഒരു കാലഘട്ടം എന്നത് വചനത്തിൻ്റെ, ദൈവശബ്ദത്തിൻ്റെ ദൗർലഭ്യമാണത്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത്, പരിശുദ്ധാത്മാവിനോട് പറയുക, കർത്താവേ, ദൈവത്തിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, പണ്ടെന്നോ ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ അടുക്ക് വന്നപ്പോൾ നാം അതിനോട് മറുതലിച്ചു നിന്നതിൻ്റെ ഫലമാണ് ഇന്ന് നമുക്ക് ദൈവശബ്ദം കേട്ടാൽ തിരിച്ചറിയാൻ കഴിയാത്തത്, ദൈവവചനം വായിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയാത്തത്. അതുകൊണ്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, എമൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് ചേർന്ന് ക്രിസ്തു നടന്നതുപോലെ നമ്മോട് കൂടെ ചേർന്ന് കർത്താവ് നടക്കുവാനും, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുവാനും, തിരുവെഴുത്തുകളിൽ നിന്ന് ക്രിസ്തുവിനെ ആഴമായി അനുഭവിക്കുവാനും മനസ്സിലാക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്രകാരം സംഭവിച്ചില്ല എങ്കിൽ വലിയൊരു അപകടം കർത്താവ് പറയുന്നുണ്ട്. തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും തിരിച്ചറിയാൻ നിങ്ങൾ തെറ്റിപ്പോകും. നാം തെറ്റിപ്പോകുവാൻ വളരെയധികമായ സാധ്യതകളുണ്ട്. 2 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അതേ ദൈവമക്കളെ,
ഈ ദൈവവചനം നമ്മളോട് സംസാരിച്ചില്ല എങ്കിൽ, ദൈവവചനം നമ്മൾ കേട്ടില്ല എങ്കിൽ, ദൈവശബ്ദം നമ്മൾ കേൾക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, നമ്മളുടെ ജീവിതം ഒരു ഇരുട്ടിൻ്റെ അനുഭവത്തിൽ, ഒരു ഇരുട്ടുമുറിയിലേക്ക് പോയതുപോലെ ആയിത്തീരും. നമുക്ക് നല്ലൊരു ഗൈഡൻസ് ഉണ്ടാകുകയില്ല, നമുക്ക് ഒരു കറക്ഷൻസ് ഉണ്ടാകുകയില്ല. നമ്മൾ ബോധിച്ച പോലെ, തോന്നിയ പോലെ. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, അഴുക്കുള്ളവൻ വീണ്ടും വീണ്ടും അഴുക്കാടുകയാണ്. എന്തുകൊണ്ട്? അവർക്ക് സത്യവചനം കേട്ട് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ അവർ കേൾക്കുന്ന സത്യവചനത്തെ, അവർ കേൾക്കുന്ന വചനങ്ങൾ, അവർ കേൾക്കുന്ന പ്രസംഗങ്ങൾ സത്യവചനമല്ലാതെയായിരിക്കുന്നു. എന്നാൽ നീതിമാന് വീണ്ടും തന്നെ നീതീകരിക്കുവാൻ, നിർമ്മലമായുള്ളവന് വീണ്ടും തന്നെ നിർമ്മലീകരിക്കുവാനായി ദൈവവചനം അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സത്യവചനത്തോടുള്ള ആഴമേറിയ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാവട്ടെ. ആ ദൈവവചനം നാം കേൾക്കുമ്പോൾ ആ ദൈവശബ്ദം തിരിച്ചറിയുവാനായുള്ള ഒരു കഴിവ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരട്ടെ. അങ്ങനെ കർത്താവിൻ്റെ വരവിനായി നമുക്കൊരുങ്ങാം. ഈ കാലം ഏറ്റവും ദുർഘടമായുള്ളതാണ്. ദൈവശബ്ദമില്ലാതെ പോയാൽ, ദൈവ സാന്നിധ്യമില്ലാതെ പോയാൽ, നമുക്കത് അനുഭവിക്കുവാൻ കഴിയാതെ പോയാൽ നമ്മുടെ ജീവിതം ഏറ്റവും വലിയ പ്രയാസങ്ങളുടെ, പ്രതിസന്ധിയിലൂടെ കടന്നു. ഒരുപാട് നന്മകൾ നമ്മൾക്ക് ചുറ്റുമുണ്ടായിരിക്കാം. എന്നാൽ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവർ അപേക്ഷിച്ചതിന് ദൈവം അവർക്ക് കൊടുത്തു, എന്നാൽ അതിനോടൊപ്പം തന്നെ ക്ഷയവും അവരുടെ ജീവിതത്തിലുണ്ടായി. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്, എന്നാൽ ആത്മീയ ക്ഷയം നമുക്ക് സംഭവിച്ചിരിക്കുകയാണ്. മടങ്ങി വരാം, കർത്താവിലേക്ക് മടങ്ങി വരുവാം. യേശു നമ്മെ വിളിക്കുന്നു. ദൈവശബ്ദത്തിലേക്ക്, ദൈവവചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. God bless you.